ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടായിരിക്കും ഈ സിനിമ വരാൻ പോകുന്നത്. നമ്മൾ 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. ശിവചേട്ടൻ്റെ വക മാരക പ്രൊഡക്ഷൻ കൺട്രോളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പം നമ്മുടെ ആങ്കർ പറഞ്ഞതുപോലെ 2015 ഈ സിനിമ ഇറങ്ങുമ്പോൾ ഇത് ബോക്സ് ഓഫീസിൽ അണ്ടർ പെർഫോം ചെയ്തൊരു സിനിമയായിരുന്നു. അത് പറയാനുള്ള നല്ലൊരു വാക്കാണ്. വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയൊരു സിനിമയാണ്. അതാണ് റിയാലിറ്റി. അണ്ടർ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല. അവിടെ നിന്ന് ഈ സിനിമ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ 2ാം ഭാഗം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ തൊട്ട് നമ്മൾ ആലോചിച്ചിരുന്നു ഇതൊരു ട്രിലജിയാക്കി, ഒരു 3 പാർട്ട് ഫിലിമാക്കി ഈ യൂണിവേഴ്സ് അവസാനിപ്പിക്കണം ഒരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഴുത്തും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വലിയ സിനിമയായി. ഇപ്പം ആളുകൾ ഓൺലൈനിലും അല്ലാതെയൊക്കെ മെസ്സേജ് അയച്ചൊക്കെ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ആട് 3 സോംബി ചിത്രമായിരിക്കും എന്നുള്ളതാണ് മേജർ ചോദ്യം. അതാദ്യമേ അല്ല എന്ന് പറയുന്നു. എന്തായാലും സോംബി പടമല്ല. പക്ഷേ ഇത്തവണ നമ്മൾ ആടിൻ്റെ സ്വഭാവം മാറ്റാതെ, അതിൻ്റെ ഫ്ലേവറുകൾ ഒന്നും മാറ്റാതെ സിനിമ അല്പം വലുതാക്കുകയാണ്. പ്രൊഡ്യൂസർ പറയാൻ അനുവാദം തന്നത്രയും മാത്രമേ ഞാൻ പറയുള്ളൂ. അത് അല്പം വലുതാക്കുകയാണ്. നമ്മളൊരു സ്ലാപ്സ്റ്റിക് സിനിമയുടെ സ്വഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ എപ്പിക് ഫാന്റസിയിലേക്ക് പോവാണ്. ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ജോണറല്ല എപ്പിക് ഫാന്റസി. നിങ്ങൾക്കറിയാം, എപ്പിക് ഫാന്റസി എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് ഫാന്റസി ഉണ്ടാവണം, പടത്തിനൊരു എപ്പിക് സ്വഭാവം ഉണ്ടാവണം. എൻ്റെ മനസ്സിൽ എപ്പിക് ഫാന്റസി എന്നൊക്കെ പറയുമ്പോൾ തന്നെ രാജാവും കുതിരകളും യുദ്ധങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു സിനിമയുടെ ചിത്രമാണ് വരിക. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് നമ്മളൊരു എപ്പിക് ഫാന്റസിയിലേക്ക് ഇത്തവണ കാലെടുത്ത് വെക്കുകയാണ്. പിന്നെ ഇതിലെ ഫാന്റസി എലമെന്റുകൾ അത് സർപ്രൈസ് ആക്കി വെക്കുന്നു. എന്തായാലും അത് സോംബി ആയിരിക്കില്ല, ഇറ്റ് ഈസ് സംതിങ് എൽസ്. അപ്പോൾ എൻ്റെ കരിയറിലെ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ മെയ് 15-ന് തുടങ്ങാൻ പോവാണ്. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടുള്ള, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്ത് വരുന്നതായിരിക്കും. കൂടെ ഫാന്റസി എലമെന്റ് ആയിട്ടും അല്ലാതെയും ഒരുപാട് നറേറ്റീവിലാണെങ്കിൽ ഒരുപാട് പുതുമകളും ഉണ്ടാകും. അപ്പോൾ ഈ ക്രിസ്മസിന് ഇതിന്റെ CG വർക്കും പരിപാടികളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ക്രിസ്തുമസിന് ഷാജി ബാബനും സംഘവും എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോൾ ക്രിസ്മസ് വിളിക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് അനൗൺസ് ചെയ്യുമ്പോൾ CG ഒക്കെ തീരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഇനി അങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും വിചാരിക്കരുത്. കാരണം അത്രയും CG ഒക്കെ വരുന്ന സിനിമയാണ്. പാസ് ഓഫ് നോ ക്രിസ്മസ് ആണ് നമ്മുടെ പ്ലാൻ. റിലീസിംഗ് ഡേറ്റ് വെച്ച് ബാക്കോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പറയാനുള്ളത്, ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇതിന്റെ അണിയറ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ കൊണ്ടെത്തിച്ച പ്രേക്ഷകരോടാണ്. കാരണം ആട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ ജയേട്ടനൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ മറ്റ് സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ നമുക്ക്. പടം പൊട്ടി, ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് തുടങ്ങിയ റിയാലിറ്റിയൊക്കെ നമ്മൾ അനുഭവിച്ചു വരുന്നൊരു സമയമാണ്. അപ്പോൾ ചേട്ടനൊക്കെ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് ആ പടം ചെയ്താലോ ഈ പടം ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഫസ്റ്റ് പല കഥകളും ആലോചിക്കുമ്പോൾ ഈ സിനിമ തിരിച്ചു വരുമെന്നോ, ഇദ്ദേഹം ഒരിക്കൽ കൂടി ഷാജി ബാബനായിട്ട് ഇറങ്ങേണ്ടി വരുമെന്നോ, സൈജു കുറുപ്പ് ഒരിക്കൽ കൂടി അറക്കിലവുമായിട്ട് വരേണ്ടി വരുമെന്നോ, ഇതിന് എല്ലാ ക്യാരക്ടേഴ്സും ഇതുപോലെ തിരിച്ചു വരേണ്ടി വരുമെന്നോ ഞങ്ങൾ വിചാരിച്ചതേ ഇല്ല. അവിടെയാണ് നമ്മുടെ 2ാം ഭാഗം സംഭവിക്കുന്നത്. 2ാം ഭാഗം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു വലിയ സിനിമ ചെയ്യണം. പിന്നെ ഉറപ്പായിരുന്നു ഒരു 3ാം ഭാഗം അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിലേക്കുള്ള യാത്ര ഇവിടെ വരെ എത്തിച്ച വളരെ ലളിതമായൊരു പൂജാചരണമാണ്. ഓഡിയോ ലോഞ്ച് ഗ്രാൻഡ് ആക്കാനുള്ള പരിപാടിയാണ് പ്രൊഡ്യൂസറുടെ. അപ്പോൾ പൂജ ഞങ്ങൾ ലളിതമായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതിവിടെ വരെ എത്തിച്ച ഈ ഇത്രയും വലിയൊരു എപ്പിക് ഫാന്റസി സിനിമയുടെ വേദിയിലേക്ക് വരെ എത്തിച്ച പ്രേക്ഷകരോട് ഞങ്ങൾ നന്ദി പറയുകയാണ്. കാരണം യു ആർ റൈറ്റ്, യു ഗേവ് us a second chance and now it is a third chance. ഡെഫിനറ്റ്ലി ഞങ്ങൾ ഡെലിവറി ചെയ്തിരിക്കും. അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്.